അർദ്ധരാത്രിയിൽ അജുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടും ഒരുപാട് നേരം ആലോചിച്ച് കിടന്നത് കൊണ്ട് ബദ്രി ഉറങ്ങാൻ വല്ലാതെ വൈകിയിരുന്നു. പുലർച്ചെ എപ്പോഴോ ആണ് അവൻ കണ്ണടച്ചത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒട്ടും നേരത്തെ എഴുന്നേൽക്കാൻ അവന് കഴിഞ്ഞില്ല. ജനാലയിലൂടെ സൂര്യപ്രകാശം അരിച്ചു കയറി മുറിയിലാകെ വെളിച്ചം പടർന്നിട്ടും ബദ്രി വല്ലാതെ തളർന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് ഭവാനി അമ്മ അകത്തേക്ക് വരുന്നത്. അവരുടെ മുഖത്ത് ഇന്ന് പതിവില്ലാത്തൊരു വലിയ സന്തോഷവും ഉന്മേഷവും ഉണ്ടായിരുന്നു. അവർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷിക്കുന്നത്. അവർ സ്നേഹത്തോടെ ബദ്രിയെ വിളിച്ചുണർത്തി. മോനെ ബദ്രി, എഴുന്നേറ്റേ, സമയം ഒരുപാടായില്ലേടാ. ഭവാനി അമ്മ അവൻ്റെ അരികിലിരുന്ന് മുടിയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു. ബദ്രി പതുക്കെ കണ്ണു തുറന്ന് അമ്മയെ നോക്കി. ഇന്ന് ആ കുട്ടിയെ കാണാൻ പോകേണ്ടതല്ലേ, വേഗം എഴുന്നേറ്റ് റെഡിയാവ്. വേണുവും മോഹനും ഒക്കെ ഇപ്പം ഇങ്ങെത്തും. ഞാൻ നിനക്കിടാൻ വേണ്ടി നല്ലൊരു ഷർട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും പറയുമ്പോൾ ഭവാനി അമ്മയുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. ഞാൻ അപ്പം എഴുന്നേൽക്കാം അമ്മേ, ബദ്രി നിർവികാരമായി പറഞ്ഞു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ബദ്രിക്ക് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും വല്ലാത്തൊരു മടി തോന്നി. അമ്മയുടെ ആതിരിട്ട സന്തോഷം കാണുമ്പോൾ അവന് സന്തോഷത്തിന് പകരം ഉള്ളിൽ ഭാരമാണ് കൂടിയത്. തൻ്റെ യഥാർത്ഥ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരുങ്ങേണ്ടി വരുന്ന ആ അവസ്ഥ അവൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഭാരമേറിയ ഒരു മനസ്സോടെ അവൻ പതുക്കെ ബാത്റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും വേണു എത്തിയിരുന്നു. ആരും റെഡിയാകാതായപ്പോൾ അദ്ദേഹം ഹാൾ മുഴുവൻ നടന്ന് ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. വേണു ഭവാനി അമ്മയെ നോക്കി ഒച്ച വെച്ചു. എൻ്റെ ഭവാനി, ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആരും ഇതുവരെ റെഡിയായില്ലേ? നേരത്തെ ഇറങ്ങണമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ? നമുക്ക് തോന്നിയ സമയത്താണോ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറേണ്ടത്? അത് കേട്ടതും മുറിയിൽ നിന്നും വേഗം പുറത്തേക്ക് വന്ന ഭവാനി അമ്മ മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഈ കുട്ടി ഇതെന്താ കാണിക്കുന്നത് നാവോ? കുറേ നേരമായി അവൻ മുകളിലേക്ക് കയറിപ്പോയിട്ട്. ഒരുങ്ങാൻ ഇത്രയും സമയമോ? എന്നിട്ട് അവർ കോണിപ്പടികളുടെ അരികിലേക്ക് ചെന്ന് നിന്ന് മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ബദ്രി മോനെ, നീ ഇതുവരെ റെഡിയായില്ലേടാ? ദേ വേണുമാമ വന്ന് കാത്തു നിൽക്കുന്നു. അമ്മയുടെ ആ വിളി കേട്ടപ്പോൾ ബദ്രി മുകളിൽ നിന്നും പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. ഭവാനി അമ്മ എടുത്തു കൊടുത്ത ആ നല്ല ഷർട്ടൊക്കെ ഇട്ട് താടിയൊക്കെ ഒതുക്കി കാണാൻ നല്ല സുന്ദരനായിട്ട് തന്നെയാണ് അവൻ വന്നത്. ആ, നമുക്കിറങ്ങാം. വലിഞ്ഞു മുറുകിയ ഒരു മനസ്സോടെ ബദ്രി വേണുവിനെ നോക്കി പറഞ്ഞു. വേണുവിൻ്റെ കാർ പതുക്കെ വന്ന് അച്ചുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നു. വണ്ടി വന്ന ശബ്ദം കേട്ടപ്പോഴേക്കും അച്ചുവിൻ്റെ അമ്മ സുമതി അവരെ വരവേൽക്കാനായി ഉമ്മറത്ത് തന്നെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് വലിയൊരു സ്വീകരണത്തിൻ്റെ ചിരിയുണ്ടായിരുന്നു അവർക്ക്. കാറിൽ നിന്നും ഭവാനി അമ്മയും വേണുവും ബദ്രിയും പുറത്തേക്കിറങ്ങി. ബദ്രി ആ വീടും പരിസരവും പതുക്കി ഒന്ന് കണ്ണോടിച്ചു. വളരെ ലളിതമായ എന്നാൽ ഭംഗിയുള്ള ഒരു നാട്ടിൻ പുറത്തെ വീട്. വായോ, അകത്തേക്ക് ഇരിക്കാം. സുമതി സ്നേഹത്തോടെ അവരെ സ്വീകരിച്ച് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ അകത്തേക്ക് കയറി. അവിടെ ഹാളിൽ ഒരു തലയണയുടെ സഹായത്തോടെ ചാരിയിരിക്കുന്ന അച്ഛൻ ഭാസ്കരൻ്റെ അടുത്തേക്ക് ഇരുന്നു. വേണുവും ഭാസ്കരനും മോഹനും തമ്മിൽ അവിടെ സംസാരങ്ങൾ തുടങ്ങി. കുറച്ചു മാറി ഭവാനി അമ്മയും സുമതിയും തമ്മിലും വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ബദ്രി മാത്രം വലിയ താല്പര്യമില്ലാതെ എന്നാൽ മാന്യത കൈവിടാതെ അവിടെ അവർ സംസാരിക്കുന്നത് നോക്കി മിണ്ടാതിരുന്നു. കുറച്ചു സമയം സംസാരിച്ചതിനു ശേഷം ഭാസ്കരൻ സുമതിയെ നോക്കി പതുക്കെ പറഞ്ഞു. എന്നാ സുമതി, മോളെ ഇങ്ങോട്ട് വിളിക്ക്. ആ, ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സുമതി അച്ചുവിനെ വിളിക്കാനായി വേഗം അടുക്കള ഭാഗത്തേക്ക് നടന്നു. അമ്മ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും അവിടെ ടെൻഷനോടെ കാത്തുനിന്ന അച്ചുവിൻ്റെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി കൂടി. അമ്മ അടുക്കളയിലേക്ക് ചെന്ന് വിളിച്ചതും അച്ചു പതുക്കെ ചായക്കപ്പുകൾ വെച്ച ട്രേയുമായി ഹാളിലേക്ക് നടന്നു. ഇന്ന് അവളെ കാണാൻ എപ്പോഴത്തേക്കാളും കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. കടും പച്ച നിറത്തിലുള്ള ധാവണിയായിരുന്നു അവൾ ധരിച്ചത്. ഇടതൂർന്ന അവളുടെ നീളമുള്ള മുടി ഭംഗിയിൽ കെട്ടി വിരുത്തിയിട്ടിരുന്നു. കഴുത്തിലൊരു കുഞ്ഞു നെക്ലസും കാതുകളിൽ അതിനോട് ചേരുന്ന കല്ല് വെച്ച ഒരു കുഞ്ഞു ജിമിക്കയും മാത്രമായിരുന്നു അവളുടെ ആഭരണങ്ങൾ. ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായ ഒരുക്കമായിരുന്നിട്ടും അച്ചുവിൻ്റെ ആ നിഷ്കളങ്കമായ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അച്ചു ചായയുമായി ഹാളിലേക്ക് നടന്നു വരുന്നത് കണ്ടതും ഭവാനി അമ്മയുടെ മുഖത്ത് വലിയൊരു സംതൃപ്തിയുടെ പുഞ്ചിരി വിരിഞ്ഞു. അവർക്ക് ആ കുട്ടിയെ അത്രമാത്രം ബോധിച്ചു കഴിഞ്ഞിരുന്നു. അച്ചു പതുക്കെ ഭവാനി അമ്മയുടെ അരികിലേക്ക് ചെന്ന് അവർക്ക് നേരെ ചായ നീട്ടി. അവർ സ്നേഹത്തോടെ അത് വാങ്ങി. അത് കണ്ട് വേണു ചിരിച്ചുകൊണ്ട് അച്ചുവിനോട് പറഞ്ഞു. മോൾ ഇത് ഇങ്ങോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ബദ്രിക്ക് നേരെ വിരൽ ചൂണ്ടി. അച്ചു പതുക്കെ തിരിഞ്ഞ് ബദ്രിയുടെ അരികിലേക്ക് നടന്നു. അവളുടെ നെഞ്ചിടിപ്പ് പരമാവധി ഉയർന്നിരുന്നു. അവൾ വിറക്കുന്ന കൈകളോടെ ചായക്കപ്പ് ബദ്രിക്ക് നേരെ നീട്ടി. ബദ്രി ആ ചായക്കപ്പ് വാങ്ങാനായി കൈ നീട്ടിയെങ്കിലും അവൻ അച്ചുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒരു നോക്ക് പോലും നോക്കാതെ ബദ്രി ആ ചായക്കപ്പ് വാങ്ങിയിരുന്നു.
ആ പെരുമാറ്റം അച്ചുവിൽ ചെറിയ ഭയം ഉടലെടുത്തു. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകി. മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചോളൂ, ഭാസ്കരൻ പറഞ്ഞു. ബദ്രി വളരെ പെട്ടെന്ന് തന്നെ അത് നിരസിച്ചു. ഏയ്, അതൊന്നും വേണ്ട. അവന്റെ ആ മറുപടി കേട്ട് ഹാളിൽ ചെറിയൊരു നിശബ്ദത പടർന്നു. ഭവാനി അമ്മ അന്തരീക്ഷം ശാന്തമാക്കാൻ വേണ്ടി ഒരു കള്ളച്ചിരിയോടെ വേഗം ഇവൻ പണ്ടേ ഇങ്ങനെയാ, ആരോടും അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാ. അപ്പോഴേക്കും മോഹനൻ ഇടപെട്ട് സംസാരിച്ചു. അതൊന്നും സാരമില്ല ഭവാനി അമ്മേ, എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ബോധിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് പറയാം, ഒട്ടും വൈകിക്കേണ്ട. അതെ അതെ, അടുത്ത കാര്യങ്ങൾ നമുക്കുടനെ തന്നെ തീരുമാനിക്കാം. വേണുവും അത് ശരിവെച്ചു. തൻ്റെ സമ്മതമില്ലാതെ കാര്യങ്ങൾ കല്യാണത്തിലേക്ക് നീങ്ങുന്നത് ബദ്രി മൗനമായി നോക്കിയിരുന്നു. അല്ല വേണു, നമുക്ക് ഇവരുടെ ജാതകം കൂടി ഒന്ന് നോക്കണ്ടേ? ആ, അത് വേണം ഭവാനി. എന്നിട്ട് വേണു ഭാസ്കരനെ നോക്കി പറഞ്ഞു. എന്നാൽ പിന്നെ ജാതകം കൂടി ഒന്ന് ഒത്തു നോക്കിയിട്ടാവാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത്. അതിന് ഭാസ്കരനും മോഹനും പൂർണ്ണമായി സമ്മതം മൂളി. എന്നാ സുമതി, മോളെ ജാതകം കൊണ്ടുവന്ന് കൊടുക്ക്, ഭാസ്കരൻ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ സുമതി അകത്തേക്ക് പോയി അച്ചുവിന്റെ ജാതകം എടുത്തു കൊണ്ടുവന്ന് ഭവാനി അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയുമാണ് ഭവാനി അമ്മ അത് വാങ്ങിയത്. എന്നിട്ട് ഭവാനി അമ്മ പതുക്കെ ബദ്രിയെ ഒന്ന് നോക്കി. ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കൊന്നും ഇതിലൊന്നും വലിയ വിശ്വാസമില്ല, പക്ഷേ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലാകും. അതിനുശേഷം ഭവാനി അമ്മ അച്ചുവിനെ ഒന്നുകൂടി തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, പോയിട്ട് വരാൻ കേട്ടോ. അച്ചു പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ബദ്രിയും വേണുവും ഭാസ്കരനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. ഉള്ളിൽ നിറഞ്ഞ ഭാരവുമായി ബദ്രി നടന്നു നീങ്ങുമ്പോൾ ഭവാനി അമ്മ അച്ചുവിന്റെ ജാതകവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തികഞ്ഞ സംതൃപ്തിയോടെ അവർക്ക് പുറകെ നടന്നു. എല്ലാവരും കാറിൽ കയറി യാത്ര തിരിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ബദ്രി ആരോടും ഒന്നും മിണ്ടാതെ നേരെ മുകളിലെ തന്റെ മുറിയിലേക്ക് നടന്നുപോയി. അവന്റെ ആ പോക്കും ഭാവവും കണ്ടപ്പോൾ ഭവാനി അമ്മയുടെ മനസ്സിൽ വീണ്ടും ആശങ്കകൾ നിറഞ്ഞു. അവൻ കയറിപ്പോയ വഴിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഭവാനി അമ്മ സങ്കടത്തോടെ വേണുവിനോട് ചോദിച്ചു, വേണു, അവൻ എന്താ ഒന്നും മിണ്ടാതെ അങ്ങ് പോയത്? അവന് കുട്ടിയെ ഇഷ്ടപ്പെട്ടു കാണില്ലേ? അത് കേട്ടതും വേണു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, അതാ ഭവാനി ഞാൻ നേരത്തെ പറഞ്ഞത്, അവനോട് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്ന്. ഇനിയിപ്പോൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ജാതകം നോക്കാൻ കൊടുക്കാം. നല്ല കുട്ടി, എനിക്കെന്തായാലും കുട്ടിയെ ഇഷ്ടമായി, അവന് ചേരുന്ന കുട്ടിയാ, വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഭവാനി അമ്മക്ക് സമാധാനമായി. വേണുവിനും ഇഷ്ടമായല്ലോ എന്ന് ഓർത്തുവെങ്കിലും ബദ്രിയുടെ മൗനം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഭവാനി അമ്മ രണ്ടുപേരുടെയും ജാതകം വേണുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വേണു, നീ പോകുന്ന വഴിക്ക് ഇതാ പണിക്കരെ ഒന്ന് ഏൽപ്പിക്ക്. ആ ശരി, ഞാൻ കൊടുക്കാം. ജാതകങ്ങൾ കൈകളിൽ വാങ്ങിക്കൊണ്ട് വേണു ചോദിച്ചു, അല്ല ഭവാനി, നിനക്കിതിലൊക്കെ ഇപ്പോൾ വിശ്വാസമുണ്ടോ? പണ്ട് നിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് പിന്നെ വേണു, എല്ലാം നമുക്ക് നഷ്ടമാവുമ്പോഴേ ആ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം വരൂ. ഇടറിയ ശബ്ദത്തിൽ ഭവാനി അമ്മ പറഞ്ഞു. ഞാൻ നീ വിഷമിക്കാൻ പറഞ്ഞതല്ല ഭവാനി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അറിയാം വേണു. ഭവാനി അമ്മ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വേണു പോയ വഴിയെ നോക്കി ഭവാനി അമ്മ ചിന്തിക്കാൻ തുടങ്ങി. ഭവാനി അമ്മയും ബദ്രിയുടെ അച്ഛൻ സതീശനും തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരെല്ലാം സമ്മതിച്ചെങ്കിലും അവരുടെ ജാതകം നോക്കിയ പണിക്കർ പറഞ്ഞു, ഇത് ചേരാൻ പാടില്ലാത്തതാണെന്ന്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെടുമെന്ന് പണിക്കർ വിധി എഴുതി. പക്ഷേ അവർ അതിനെ എതിർത്തുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. ജനിക്കുന്ന അന്ന് ഭവാനി അമ്മയുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നെങ്കിലും അവർ അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബദ്രിക്ക് 5ാമത്തെ വയസ്സ് തികയുന്നതിൻ്റെ തലേ ദിവസം സതീശൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. അതിനിടയിൽ സതീശൻ പറഞ്ഞു, ഭവാനി, അന്ന് അവർ പറയുന്നത് കേട്ട് നമ്മൾ പിന്മാറുകയായിരുന്നെങ്കിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നു? എന്തൊക്കെയായി പറയുന്നത് സതീശേട്ടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? സ്നേഹത്തോടെ ഭവാനി അമ്മ പറഞ്ഞു. അന്ന് സന്തോഷത്തോടെ ഫോൺ വെച്ച സതീശൻ പിന്നീട് വിളിച്ചില്ല. പിന്നെ അവരുടെ മരണവാർത്തയാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഭവാനി അമ്മയുടെ ജീവിതം ഇങ്ങനെ ആയത്. ബദ്രി കുറേ കാര്യങ്ങളിൽ എതിർപ്പ് കാണിക്കുമെങ്കിലും ഭവാനി അമ്മ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും വിശ്വാസത്തോടെയാണ് കാണുന്നത്. ബദ്രിയുടെ മൗനവും തൻ്റെ ജീവിതത്തിൽ നടന്ന നഷ്ടവും ഭവാനി അമ്മയുടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ പോലെ അനുഭവപ്പെട്ടു. ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി അവർ മുറിയിലേക്ക് പോയി കിടന്നു. മറുവശത്ത് അച്ചുവിൻ്റെ വീട്ടിൽ വണ്ടി അകന്നു പോയതും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സുമതിയുടെ അരികിലേക്ക് കൂടി. എല്ലാവരുടെയും മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. സുമതി, മോളുടെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഇതുപോലൊരു നല്ല കുടുംബത്തിലേക്കാണല്ലോ അവൾ കയറിപ്പോകുന്നത്, വന്നവരിൽ ഒരാൾ പറഞ്ഞു. സുമതി നിറഞ്ഞ സന്തോഷത്തോടെ മറുപടി നൽകി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്കിലും
ജാതകം കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഉറപ്പിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിയാകും സുമതി, നോക്കിക്കോ, എല്ലാം നല്ലതേ വരൂ. അവിടെ ഉണ്ടായിരുന്നവർ അവളെ ആശ്വസിപ്പിച്ചു. ഹാളിലെ ബഹളങ്ങളിൽ നിന്നും മാറി അച്ചു തൻ്റെ മുറിയിൽ അനിയത്തിമാരുടെ അരികിലേക്ക് ചെന്നു. അവൾ വന്ന പാടെ അനിയത്തിമാർ അവളെ വളഞ്ഞു. ചേച്ചി, ആ ചേട്ടനെ ഇഷ്ടമായോ? അനു കുസൃതിയോടെ ചോദിച്ചു. അച്ചു ഒരു ചെറിയ നാണത്തോടെയും എന്നാൽ ഉള്ളിലെ ആശങ്ക ഒതുക്കിക്കൊണ്ടും പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയുക? ഓ, എൻ്റെ ചേച്ചി പെണ്ണേ, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ട്, അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അച്ചുവിൻ്റെ മനസ്സിൽ അപ്പോഴും ബദ്രിയുടെ ആ മൗനത്തോടുള്ള മുഖം തെളിഞ്ഞു വന്നു. അവൾ പതുക്കെ മന്ത്രിച്ചു. അല്ല അമ്മു, അദ്ദേഹം എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. ഒന്ന് പോ ചേച്ചി, ചേച്ചി അറിയാതെ ആ ചേട്ടൻ നോക്കിക്കാണും, ഉറപ്പാ. അനിയത്തിമാർ അവളെ കളിയാക്കി ചിരിച്ചു. പാവം അച്ചു സ്വന്തം മനസ്സിനെ പതുക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവളുടെ ചിന്തകൾ മുഴുവനും ബദ്രിയെക്കുറിച്ച് മാത്രമായിരുന്നു. അതേസമയം തൻ്റെ മുറിയിൽ കട്ടിൽ കിടക്കുകയായിരുന്ന ബദ്രിക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം എങ്ങനെ മുടക്കും എന്നാലോചിച്ച് അവൻ്റെ തല പുകയുകയായിരുന്നു. ആ ആലോചനകൾക്കിടയിലാണ് അവൻ പതുക്കെ ബെഡിൽ കിടന്നിരുന്ന ഫോൺ എടുത്തത്. ഫോൺ സൈലന്റിലായതുകൊണ്ട് ഇത്രയും നേരം കോളുകൾ വന്നതോ മെസ്സേജുകൾ വന്നതോ അവൻ അറിഞ്ഞിരുന്നില്ല. നോക്കിയപ്പോൾ സ്ക്രീനിൽ നിറയെ മിയയുടെ മെസ്സേജുകളായിരുന്നു. അവൻ വേഗം മിയയുടെ ചാറ്റ് തുറന്നു. താഴേക്ക് വന്നിരുന്ന മെസ്സേജുകളിൽ അവളുടെ പരിഭവവും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. എടാ ബദ്രി, റിയലി മിസ് യുടാ. നിന്നെ കാണാതെ എനിക്കിവിടെ ഇരിക്കാൻ തോന്നുന്നില്ലടാ. നീ എന്താ ബദ്രി ഫോൺ എടുക്കാത്തത്? ആ മെസ്സേജുകൾ വായിച്ചു തീർത്തപ്പോൾ ബദ്രിയുടെ മുഖത്ത് പതുക്കെ ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അജു അന്ന് പറഞ്ഞ വാക്കുകൾ ഓടിയെത്തി. അവൾക്ക് നിന്നോട് പ്രണയമാണ് ബദ്രി. അജു പറഞ്ഞത് ശരിയാണോ? ഇവൾക്ക് എന്നോട് പ്രണയമാണോ? ബദ്രി സ്വയം മന്ത്രിച്ചു. അവൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ബുദ്ധി തോന്നി. എന്നാൽ പിന്നെ അമ്മയോട് എനിക്ക് മിയയെ ഇഷ്ടമാണെന്ന് കാര്യം പറഞ്ഞാലോ? പക്ഷേ മിയക്ക് താല്പര്യമില്ലെങ്കിലോ? എനിക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞാൽ അമ്മ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിക്കോളും. ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. അമ്മയോട് സംസാരിച്ചതിന് ശേഷം മിയയെ വിളിച്ച് തൻ്റെ അവസ്ഥ മുഴുവനും പറയാം. അവൾ തന്നെ തീർച്ചയായും സഹായിക്കാതിരിക്കില്ല എന്ന് ബദ്രി ഉറപ്പിച്ചു. അമ്മയുടെ മുറി ലക്ഷ്യമാക്കി ബദ്രി താഴേക്ക് നടന്നു.